നമസ്കാരം. പന്തളത്തെ ശബരിമല വിശ്വാസ സംഗമം വൻ വിജയമായതോടെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ പുതിയ വിശദീകരണവുമായി CPM അനുകൂലികൾ എത്തിയിരിക്കുകയാണ്. നേരത്തെ പമ്പയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിലെ ആളില്ലായ്മ വലിയ തോതിൽ ചർച്ചയായിരുന്നു. അത് AI ചിത്രമാകാമെന്ന് പോലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ പ്രചരിച്ചത് AI ചിത്രമായിരുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ CPM മുഖപത്രമായ ദേശാഭിമാനി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് ഇക്കാര്യം ദേശാഭിമാനിയിലൂടെ അറിയിക്കുന്നത്. ആള് കുറഞ്ഞു എന്നതൊക്കെ ബാലിശമായ വാദങ്ങളാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തപ്പോഴുള്ള സദസ്സ് എല്ലാവരും കണ്ടതാണ്. 4126 പേർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഉദ്ഘാടന ചടങ്ങ് തീരാറായതോടെ പ്രതിനിധികൾ 3 സെക്ഷനിലേക്കും ഭക്ഷണത്തിനായും പിരിഞ്ഞപ്പോൾ എടുത്ത ചിത്രം വെച്ചാണ് പ്രചാരണമെന്ന് പ്രശാന്ത് പറഞ്ഞു. അതായത് ശബരിമലയിലെ ആളൊഴിഞ്ഞ കസേരകൾ AI ആണെന്ന CPM സെക്രട്ടറി ഗോവിന്ദന്റെ വാക്കുകൾ പ്രശാന്ത് അംഗീകരിക്കുന്നില്ല. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായാണ് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം RSS നേതൃത്വത്തിലെ പരിവാർ സംഘടനകൾ നടത്തിയത്. വലിയ തോതിൽ ആളുകൾ ഈ സംഗമത്തിനെത്തി. എല്ലാ സെമിനാറിലും നല്ല ആളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഏത് സംഗമമാണ് വിജയിച്ചതെന്ന ചർച്ചയും എത്തി. 10 ലക്ഷം രൂപ ചെലവിലാണ് RSS നേതൃത്വത്തിൽ സംഗമം നടന്നത്. എന്നാൽ 7 കോടിയിലധികം പമ്പയിലെ അയ്യപ്പ സംഗമത്തിന് ചെലവാക്കി. ഇവിടെ കിട്ടിയ സഹായത്തിന്റെ കണക്ക് സർക്കാർ പുറത്തുവിട്ടിട്ടുമില്ല. ഇതിനിടെയാണ് പുതിയ അവകാശവാദവുമായി സർക്കാരും ദേവസ്വം ബോർഡും എത്തുന്നത്. അതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിച്ച ശബരിമല മാസ്റ്റർ പ്ലാനിന് ലഭിച്ചത് വൻ സ്വീകാര്യതയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നുണ്ട്. ദേശാഭിമാനി ഓൺലൈനിലാണ് ഈ വിശദീകരണമുള്ളത്. പദ്ധതി നടപ്പാക്കാനുള്ള സാമ്പത്തിക സഹായം പ്രവാസികളായ വിശ്വാസികളും സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഉറപ്പു നൽകി. 1033 കോടി ചെലവ് കണക്കാക്കുന്ന മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള വിവിധ പദ്ധതികളുടെ DPR ഉടൻ തയ്യാറാക്കാനാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. ജനത്തിരക്ക് എത്ര വർദ്ധിച്ചാലും പ്രശ്നങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം ഇത് സംബന്ധിച്ച സെക്ഷനിൽ നിന്നുണ്ടായി. തീർത്ഥാടന ടൂറിസം ശബരിമലയുടെ പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ നടപ്പാക്കാമെന്നതിനുള്ള വിലപ്പെട്ട നിർദ്ദേശം വന്നുവെന്നും ദേശാഭിമാനി പറയുന്നു. സംഗമത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ചേർത്ത് വിദഗ്ധരുടെ യോഗം ചേർന്നായിരിക്കും DPR തയ്യാറാക്കുകയെന്ന് PS പ്രശാന്ത് പറഞ്ഞു. മാസ്റ്റർ പ്ലാൻ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് അയ്യപ്പ സംഗമത്തിലാണ്. പ്ലാനിന്റെ വിവിധ മാതൃകകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിങ്ങനെ 3 പാക്കേജായിട്ടാണ് നിർമ്മാണം. ഡിസംബറിൽ DPR പൂർത്തിയാക്കും. നടപ്പാക്കാൻ ആവശ്യമായ സമർപ്പണം സംഗമത്തിലും പിന്നീടുമുണ്ടായി. DPR ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ ഉടൻ ആവശ്യമായ സഹായം നൽകാമെന്ന് പ്രവാസികളായ പല വിശ്വാസികളും അറിയിച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലനെ പോലുള്ളവർ സംഗമത്തിൽ തന്നെ സഹായം പ്രഖ്യാപിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യം ദേവസ്വം നേടിയിട്ടുണ്ട്. അത് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വലിയ സഹായമാകുമെന്നും പ്രശാന്ത് പറയുന്നു.